ഹലോ ഗൈസ്, ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഇതിലായിട്ട് ഇട്ടിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്നു പോക്കോ X8 Pro. ഇതിനെപ്പറ്റി ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഫോൺ നല്ലതാണ്, സ്പെസിഫിക്കേഷൻ കൊള്ളാം, വളരെ പെർഫോമൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോണാണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് നമ്മുടെ Dimensity 8500 അൾട്രാ എന്ന് പറയുന്ന സാധനം 3.4 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ഏകദേശം നല്ല രീതിയിൽ ഒട്ടും ത്രോട്ടിൽ ചെയ്യാത്തൊരു ചിപ്സെറ്റാണ് കേട്ടോ. 77% നമുക്ക് CPU ത്രോട്ടിലിംഗ് കിട്ടുന്നുണ്ട്. 2 മില്യൺ നമുക്ക് ആൻറ്റുറ്റു സ്കോർ കിട്ടുന്നുണ്ട്. സ്റ്റെബിലിറ്റി ടെസ്റ്റ് 92% വരുന്നുണ്ട്. ബെസ്റ്റ് ലൂപ്പ് സ്കോർ 3590 ആണ്. 47 ഡിഗ്രി വരെ സാധനം പോയേ ഉള്ളൂ. 25 FPS വരെ കോൺസ്റ്റന്റ് ആയിട്ട് തരുന്നുള്ളൂ. ഇതൊക്കെ ഭയങ്കര വലിയ ഇതൊക്കെയാണ്. പക്ഷേ നല്ല അത്യാവശ്യം എല്ലാ ഗെയിംസും നമുക്ക് ഇതിൻ്റെ അകത്ത് കളിക്കാൻ പറ്റും. ഗ്രിഡ് ലെജൻസ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, PUBG ആയിക്കോട്ടെ, BGMI ആയിക്കോട്ടെ. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്, 144 Hz അല്ല. വെരി നൈസ് ഡിസ്പ്ലേ, AMOLED പാനലാണ് വരുന്നത്. 3840 Hz PWM ഡിമ്മിങ് വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട്, ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട്, HDR10+ന്റെ സപ്പോർട്ട് എന്ന് പറയേണ്ട സകല സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. സോ നൈസ് ഡിസ്പ്ലേ. LTPO പാനലല്ല, LTPS പാനലാണ്. നമുക്ക് മറ്റേ 1 Hz വരെ ഒന്നും പോണ പരിപാടിയൊന്നുമില്ല. PWM ഡിമ്മിങ് ഉള്ളതുകൊണ്ട് മറ്റേ ലോ ലൈറ്റിൽ മറ്റേ വിറക്കലും പരിപാടിയൊന്നും വരില്ല, ഫ്ലിക്കറിംഗ് ഒന്നും വരില്ല. നല്ല ഡിസ്പ്ലേ. ഒരു 6.5 ഇഞ്ചസിൻ്റെ ഒരു അത്യാവശ്യം കോമ്പാക്ട് ആയിട്ടുള്ള ഫോണാണ്. അതായത് 6.8 ഇഞ്ചസിൻ്റെ 6.9 ഇഞ്ചസിൻ്റെ ഒക്കെ ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ ഫോണാണ്. വളരെ സ്ലിം ആയിട്ടുള്ള ബെസൽസ് ആണ് വരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന അയൺമാൻ എഡിഷൻ ആണ്. ഫോൺ അടിപൊളി, ഒന്നും പറയാനില്ല. LPDDR5Xന്റെ റാം, UFS സ്റ്റോറേജ് 4.1, 6500 mAh ബാറ്ററി, മറ്റേ ഗൊറില്ല ഗ്ലാസിന്റെ 7i പ്രൊട്ടക്ഷൻ, ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. നമുക്ക് 100 വാട്ടിന്റെ ചാർജർ. എൻ്റെ മറ്റേ അയൺമാൻ എഡിഷൻ്റെ അകത്തില്ലായിരുന്നു, അല്ലാത്ത പെട്ടിയിനകത്ത് നിങ്ങൾക്ക് ചാർജർ കിട്ടും, കേസ് കിട്ടും. പിന്നെ അതാണ്ട് ഇവിടെ ലൈറ്റ് കത്തും കേട്ടോ. അത് നിങ്ങളിപ്പം ചാർജിലൊക്കെ കുത്തിയിടുകയാണെങ്കിലോ പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിലോ, നിങ്ങളിപ്പോൾ ഒരു പാട്ടൊക്കെ കേൾക്കണേണ്ട, ലൈറ്റ് കത്തണേണ്ട, ഇതേപോലെ ലൈറ്റ് കത്തണ ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇത് എവിടെ കിടക്കണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് അഡീഷണൽ സെറ്റിംഗ്സിൽ പോകണം. അഡീഷണൽ സെറ്റിംഗ്സിൽ താഴെ പോകുമ്പോൾ ബാക്ക് ലൈറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇവിടെയാണ് ഈ സാധനം കിടക്കണം, അല്ലാതെ നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ചാർജ് ഇടുന്ന സമയത്തോ ഫോൺ വരുന്ന സമയത്തോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇവിടെ ഇൻഡിക്കേഷൻ വരും. ഇത് മറ്റേ കമത്തിയൊക്കെ വെച്ചേക്കുന്ന സമയത്ത് ലൈറ്റ് കത്തണ പരിപാടി അത് തന്നെ. പിന്നെ ബ്ലോട്ട്വെയർ എന്ന് പറയാനായിട്ട് ഞാൻ നോക്കുമ്പം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആമസോൺ, WPS ഓഫീസ്, അഗോഡ, ബബിൾ ഷോട്ട്, പിന്നെ കുറേ കൂതറ കളികളൊക്കെ തരുന്നുണ്ട്. എന്തൊരു വിറ്റ മൊഹിഞ്ചാവോ, ടൈറ്റിൽ ഫണ്ണ് തുടങ്ങിയ ഒരുപാട് ബ്ലോട്ട്വെയറും ആഡ്സും ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ നിങ്ങൾ മറ്റേ പ്രൈവറ്റ് DNSൽ പോയിട്ട് ആഡ് ഗാർഡ് ഇടണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ HyperOS ആണ്, ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, ഒരൊറ്റ ക്യാമറയാണ്. മറ്റേ അൾട്രാ വൈഡ് 8 മെഗാപിക്സലിൽ അൾട്രാ വൈഡും 50 മെഗാപിക്സലിൽ ഒരു ക്യാമറയാണ് വരുന്നത്. അതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ ആണ്. ഇതൊന്നും വെച്ച് എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും തോന്നിയില്ല. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അതിൽ വെച്ച് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കാം. പക്ഷേ വീഡിയോ 4K ഒന്നുമില്ല. 1080p 60 FPS ഫ്രണ്ട് ക്യാമറ വീഡിയോ വരുന്നത്. ബാക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് 4K പറ്റും. പക്ഷേ 4K 60 FPS വരെയുള്ള അതൊറ്റ ഇതിൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. 50 മെഗാപിക്സൽ വെച്ചിട്ട് നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് പറ്റത്തുള്ളൂ. അൾട്രാ വൈഡിലോട്ട് ഇടുമ്പം നമുക്ക് മറ്റേ 1080p പോകും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കും. ഒറ്റ ഇത് വെച്ചിട്ട് ഞാൻ ഇതൊന്നും ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോണല്ല. ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ എടുക്കാം. നല്ല ബാറ്ററി, IP റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 68, 69K മറ്റേ അടിച്ച് മറ്റേ വെള്ളമൊക്കെ അടിച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. NFC വരുന്നുണ്ട്. eSIM ഞാൻ കണ്ടില്ല കേട്ടോ. NFC സപ്പോർട്ടുണ്ട്, eSIM സപ്പോർട്ടില്ല. USB സ്റ്റാൻഡേർഡ് 2.0 ആണ്, മറ്റേ 3.2 ഒന്നുമല്ല. ഡ്യുവൽ സ്പീക്കറൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം ലൗഡൊക്കെയാണ്. കൊള്ളാം, ഫോണൊക്കെ കൊള്ളാം, ഒരു രക്ഷയില്ല. ഈ അയൺമാൻ എഡിഷൻ ഒരു രക്ഷയില്ല, അടിപൊളി ലുക്ക് കേട്ടോ. ഇതിൻ്റെ ഒരു കുറേ സാധനങ്ങൾ നിങ്ങൾ അൺബോക്സിങ് കണ്ടേ. അപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വില കൂടി. അതാണ് ഇവിടുത്തെ കോമഡി. ഞാൻ ഈ സെയിം അയൺമാൻ എഡിഷൻ 37,000 രൂപയായിരുന്നു. ഇപ്പോൾ ഇത് മേടിക്കാൻ 39,000 രൂപയുള്ളൂ. ഇത് ഇനി കുറച്ച് പീസേ ഉള്ളൂ. ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് 32,000 രൂപയായിരുന്നു ഈ ഫോൺ. 8GB 256 12GB 256 അല്ല. 12GB 256 എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 12GB റാം ഒന്നും കൂടി എന്ന് പറഞ്ഞിട്ട് ഫോൺ വേറെ ലെവലിലൊന്നും ഭയങ്കര പെർഫോമൻസ് ഒന്നും ആവാനൊന്നും പോകണില്ല. 8GB തന്നെ മോർ ദാൻ എഫ്. നിങ്ങൾക്ക് AI പരിപാടികൾ ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും. 8GB 256ൻ്റെ വില 32,000 രൂപയാണ്. ഇപ്പോൾ സെയിം ഈ ഫോൺ ഇപ്പം 35,000 രൂപയായി. അവസ്ഥ ആലോചിക്കുകയാണ്. വിത്തിൻ 1 month. ഇനി ഒരു പക്ഷേ ഇനി ഇതിൻ്റെ വില കൂടും. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാം, ബാങ്ക് ഓഫർ, കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവർക്ക് കൊള്ളാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഇപ്പോൾ മേടിക്കാം. ഈ പറയുന്ന ഡിസ്കൗണ്ട് റേറ്റിൽ 32,000 രൂപയ്ക്ക് കിട്ടും. 30,000 കിട്ടിയാൽ എത്ര നല്ലത്. നല്ല ഫോൺ, അടിപൊളി ഫോൺ. നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം
ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണെങ്കിലോ നല്ല ക്യാമറ ആണെങ്കിലോ അത്യാവശ്യം അവരൊറ്റ ക്യാമറ ഉള്ളൂ, മറ്റേ 3x വലിയ ഫോട്ടോയും കുലി ഫോട്ടോയും ഒന്നും ഇല്ല. ഫ്രണ്ട് സെൽഫി ക്യാമറ എടുക്കാനും എല്ലാം കൊള്ളാം, പെർഫോമൻസ് കൊള്ളാം, ബാറ്ററി ലൈഫ് കൊള്ളാം, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അറിയാലോ, ബ്ലോട്ട്വെയർ അതൊക്കെ കളയണം, മറ്റേതൊക്കെ ചെയ്യണം, എന്നാൽ മാത്രമേ അത് നല്ല ആവത്തുള്ളൂ. ഈ ബാക്കിൽ ലൈറ്റ് എത്തും, മെറ്റാലിക് ബോഡി, ഗ്ലാസ് ബാക്കാണ് വരുന്നത്, റിവേഴ്സ് വയർ ചാർജിങ് ഒക്കെ ഉണ്ട് 27 വാട്ടിൻ്റെ എന്ന് പറയേണ്ട. ഫോൺ കൊള്ളാം, പക്ഷേ ഈ വില കൂടുന്നത് എനിക്ക് അറിഞ്ഞിട്ട് എന്തിനും എങ്ങോട്ടാണ് ഈ പോക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ OnePlus Nord 6 ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്ന് 39,000 രൂപയ്ക്കാണ്. ഇപ്പോൾ ആ ഫോണിൻ്റെ വില എത്ര എന്നറിയും? 43,000 രൂപ. ഈ OnePlus 15R എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നു, 40,000 രൂപയ്ക്ക് റിലീസായ ഫോണാണ് OnePlus 15R. 40,000 42,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോൺ ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാണ് 50,000 രൂപ, 50,000 55,000 രൂപ എന്തോ. ഞാൻ ഞെട്ടി തരിച്ചിരിക്കുകയാണ്. ഇതെങ്ങോട്ട് ഈ പോണത് എനിക്കറിഞ്ഞൂടാ. റാമൊന്നും UFS സ്റ്റോറേജ് എന്നൊക്കെ പറഞ്ഞാൽ നിർത്തട്ടാ, നമ്മളെല്ലാവരും ഫോൺ വാങ്ങിക്കണം, നിർത്തട്ടാ, അതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ ഇതെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. എന്താണ് ഉദ്ദേശിക്കണത്? 42,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോൺ ഇപ്പം 55,000 രൂപയ്ക്ക് മേടിക്കണമെന്ന് പറഞ്ഞാൽ ഇതെന്തൊന്ന് കോമഡിയാടേ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നിർത്തട്ടാ, കാര്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഫോൺ വാങ്ങണേക്കെ നിർത്തട്ടാ. അല്ല, ഇതെങ്ങനെ ജീവിക്കുമെന്ന് നമ്മളൊക്കെ എങ്ങനെയാണ്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓരോ മാസം കൂടുന്നതനുസരിച്ച് ഇതേപോലെ വില കൂട്ടുകയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആൾക്കാർക്ക് നല്ല ഫോൺ മേടിക്കണ്ടേ? നമ്മുടെ മനുഷ്യർക്ക് 30,000 35,000 രൂപ ഒരു വലിയൊരു ജനവിഭാഗമുണ്ട്. 30,000 to 35,000 റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഫോൺ മേടിക്കുന്നത്. നിങ്ങൾക്ക് ആകെയുള്ള സാധനം ഇപ്പോൾ ഇതാണ്, ഈ ഫോൺ 35,000 രൂപയ്ക്ക്. ഇത് 32,000 രൂപയായിരുന്നു, ഇതിപ്പോൾ 35,000. ഇനി ഒരു അടുത്ത മാസം ഇത് 40,000 രൂപയാവും. ആർക്ക് എന്തോ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇവിടെ നമ്മൾ നാട്ടുകാർക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നല്ല ഫോണാണത്, ഞാനൊരു വിത്തൗട്ട് എനി ഡൗട്ട്സ്. 35,000 വില കൂടുതലാണ്. ഞാൻ 32,000 നല്ല എമൗണ്ട് ആയിരുന്നു, 30,000 എൻ്റെ കറക്റ്റ് പ്രൈസ്. LCD ഇപ്പം 30,000 രൂപയ്ക്ക്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ ഞാൻ കണ്ടു, Realme 16T എന്ന് പറഞ്ഞ് 30,000 രൂപയ്ക്ക് LCD ഡിസ്പ്ലേയും UFS സ്റ്റോറേജ് 2.2ഉം Dimensity 6300 വരെ ചിപ്സെറ്റും. റിയൽമിയുടെയൊക്കെ കൊട്ട തലയ്ക്കായിട്ട് അടി കൊടുക്കാനുള്ള സമയം കഴിഞ്ഞ്. ഇതുപോലത്തെ ചവർ ഇറക്കിയിട്ട് ഈ പ്രൈസിന് ചവർ ഇറക്കണതിന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെന്തിന് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. മിനിറ്റിന് പൈസ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മിനിറ്റിന്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാണ്, നിങ്ങൾ ഈ പ്രൈസ്, ഈ സാധനം ഇറങ്ങുന്ന സമയത്തൊരു പ്രൈസിങ് ഉണ്ടല്ലോ, അതിൽ മേടിച്ചോട്ടെ. ആ Vivo V60യുടെയൊക്കെ പ്രൈസ് കാണണം ഇന്ത്യയിൽ, ഞെട്ട്. നമ്മൾ V70 ആണ്. V70 Lite പറ്റിയല്ല ഞാൻ പറയണത്. 256 12GB 54,000 രൂപ, 40,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോൺ. എന്തോന്ന് ചെയ്യാൻ പോണ് എനിക്കറിഞ്ഞൂടാ. എനിക്കോ ഈ പറയുന്ന ടെക്ക് റിവ്യൂ ചെയ്യണവർക്കൊന്നും ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ്. ഒന്നെങ്കിൽ AI തൊലയണം, എന്നാൽ ഈ ഒരു പരിപാടി ഇന്നലെ എസ്കേപ്പ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇതാണ് അവസ്ഥ. ചുമ്മാ പറയണല്ല. LPDDR 5X റാം $200 മേടിക്കാൻ, $200. അതിൻ്റെ ഇടയ്ക്ക് ഹോർമൂസ്, തേങ്ങ, മാങ്ങ, അത് വേറെ. ഇങ്ങനെ പോയാൽ എങ്ങനെ? ഇതെന്തോ തലയ്ക്ക് നമ്മൾ മനുഷ്യരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ആസ് എ കൺസ്യൂമർ വാട്ട് ഈസ് ഹാപ്പനിങ്? ഒരു മനുഷ്യനെ പറ്റി പറയുന്നില്ല. എല്ലാവരും പറയും the RAM is expensive, we can't do anything, you know എന്ന് പറഞ്ഞ് തീർക്കാൻ. ഇതെന്താണ് നിസാര കാര്യവും? എനിക്ക് സത്യമായിട്ട് ഐ എം വെരി മച്ച് കൺസേൺ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ സിനാരിയോ റൈറ്റ് നൗ. ഫോൺ വാങ്ങിക്കാൻ നിർത്തിക്കൂടെ? അതായിരിക്കും നല്ലത്. നിർത്ത്, ഇതൊരു വില ഇറക്കിട്ട്. അല്ല, ഞാൻ കാര്യമായിട്ടും പറയുന്നത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താ? ഫോണുകളൊക്കെ നല്ലതാണ്, ഇതൊന്നും മോശപ്പെട്ട ഫോണുകളോ ഒന്നുമല്ല. കഴിഞ്ഞ വർഷം ഇറങ്ങുന്ന ഫോൺ ഇപ്പോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഒന്നെങ്കിൽ ആ ഓൾഡ് സ്റ്റോക്ക് നിങ്ങൾ ഏതെങ്കിലും ഓഫ്ലൈൻ മാർക്കറ്റിലോ ഒക്കെ പോയി നോക്കുക. ഇനി ഒരു നെക്സ്റ്റ് സെയിൽ സമയം എന്താണ് ഇവിടെ നടക്കാൻ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളെയൊക്കെ കയ്യിൽ ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡോ, ഡെബിറ്റ് കാർഡോ, SBIയുടെ കാർഡോ, ഈ ആമസോണിന്റെ കാർഡോ ഒക്കെ ഉള്ളവർക്ക് കൊള്ളാം ഫോൺ മേടിക്കാൻ. നിങ്ങൾക്ക് 10,000 2,000 3,000 കുറഞ്ഞ് കിട്ടും. അല്ലാത്തവർ എന്താ അവിടെ ചെയ്യാൻ പോകുന്നത്? ഐ ആം വെരി മച്ച് കൺസേൺ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ സിനാരിയോ. എയ്തർ സ്റ്റോപ്പ് ബൈയിങ് ഫോൺസ്, നിർത്തിക്കോ, ഇവന്മാര് പഠിക്കട്ടെ. അല്ലേ എന്താ ചെയ്യുന്നത്? ഈ സാംസങ്ങും ആൾക്കാരൊക്കെ AIക്ക് വേണ്ടി സാധനം ഇറക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം AIക്ക് വേണ്ടി റാം, AIക്ക് വേണ്ടി SSD, ബാക്കിയുള്ളവന്മാർ ഇവിടെ നിന്നും 3G. കാര്യമായിട്ടും ചോദിക്കുന്നത് ശരിയാണ്. നമ്മൾ കേരളത്തിലുള്ള കുറച്ച് പേര് ഇത് ചെയ്തെന്ന്. ഇത് ഗ്ലോബൽ ലെവലിൽ വരേണ്ട സാധനമാണ്. മറ്റേ അവന്മാരൊക്കെ കാശ് കിട്ടണമുണ്ട്, അവന്മാർക്ക് ഒന്നും പറയണ്ട.
ഈ ലോകത്തിൽ അവിടെ കൊടുകുമ്പ മറ്റേ ടീമുകളുണ്ടല്ലോ, അവരെ പറ്റിയാണ് ഈ പറയണത്. കല്യാണം, ഹൗസ് വാമിങ്, സ്റ്റുഡിയോ, ഇതൊക്കെ റൺ ചെയ്യണമല്ലോ. അവരൊക്കെ വന്നിരുന്നിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾ പറയണ കേട്ടിട്ടുണ്ടോ? വെറുതെ പറയണ റാം പ്രൈസ് ഗോയിങ് അപ്പ് ബിക്കോസ് ഓഫ് ദ AI ബബിൾ, വെൻ ഇറ്റ് വിൽ ബെർസ്റ്റ്, 2026 2028 വരെ ഇതേ ബേസ്റ്റിൽ പോവോ നമ്മളെല്ലാവരും? എന്നിട്ട് ഞാൻ പല മറ്റേ എന്തിനാ ആ ഓഫർ സമയത്ത് X200T ഒക്കെ എടുത്തവരില്ല 50,000 ജാക്ക് പോട്ടാണ് ആ ഫോൺ. ചുമ്മാ പറയണല്ലോ, കിഡിലും ഫോണാണത്. iPhone 17 ഫ്ലിപ്കാർട്ട് 256GB വില കൂടി 82,900 രൂപയായി. 79,000 രൂപ എന്തോ ആയിരുന്നു, 79 രൂപയായിരുന്നു, 82,900 രൂപയായി. ഓഫർ സമയത്ത് നല്ല വില കുറവുണ്ടായിരുന്നു. എൻ്റെ ഇവിടെ കിടപ്പുണ്ട് ബാങ്ക് എന്തോ ആക്സിസ് ബാങ്ക്, ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6,995 രൂപ കുറയും. ഫ്ലിപ്കാർട്ടിൻ്റെയും SBIയുടെയും കാർഡുണ്ടെങ്കിൽ കാർഡുകൾ എടുക്കി ആണ് അവസ്ഥ. SBIയുടെയും ICICIയുടെയും ആക്സിസ് ബാങ്കിൻ്റെയൊക്കെ ഫ്ലിപ്കാർട്ട് കാർഡും ആമസോൺ കാർഡൊക്കെ മേടിച്ച് കൈ വെച്ചോ. അല്ലാത്ത പക്ഷം ഇത് നടക്കൂല. വല്ലാത്ത കോമഡിയാണ്. എടാ, ഇറക്കിയ പ്രൈസിൽ നിന്നും 3,000 5,000 കൂടുക എന്ന് പറഞ്ഞാൽ ഇത് കോമഡിയാണ്. അതൊക്കെ എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒന്നെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഫോൺ എടുക്കുക. ഇത് ഇറങ്ങിയ സമയത്ത് 32,000 രൂപയായിരുന്നു, ഇപ്പോൾ 35 രൂപയായി, ഇനി 38 രൂപയാവും അടുത്ത മാസം. നല്ല ഫോണുകൾ, മൊണ്ണ ഫോണുകളാണ് 30,000 താഴെ. മൊണ്ണ, അതായത് 1 രൂപയ്ക്ക് കൊള്ളൂലാത്ത ചവറ് ഫോണുകൾ LCD ഡിസ്പ്ലേയും വെച്ച് ഇറക്കുകയാണ്. അവൻ്റെയൊക്കെ അപ്പൂപ്പനെ കെട്ടിക്കേ. എത്ര വർഷത്തിന് മുന്നേ വന്ന ടെക്നോളജിയാണ് LCD. അതിൽ 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് LCD തന്നെയല്ലേ ഉണ്ടാക്കുക. എല്ലാവരും ഇരുന്ന് പൈസ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക. 30,000 രൂപയുടെ താഴെ മനുഷ്യരാരും ഫോൺ മേടിക്കേണ്ട ഫോൺ ഇറക്കുന്നുണ്ട്. കൊണച്ച ഫോണുകൾ. മോട്ടോറോളൊക്കെ പഠിച്ചുപോയി. മോട്ടോറോള 17 Pro പ്ലസ്, പഴയ പണ്ടൊക്കെ മോട്ടോറോളയ്ക്ക് 17 Pro വരെ ഉള്ളൂ, പ്ലസ് ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയൊരു ഇറക്കുമതി 17 Proയിൽ 3x ഒപ്റ്റിക്കലില്ല, Pro പ്ലസ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. 45 രൂപ 48 രൂപയാവും. അത് 48 രൂപ ഇറങ്ങുന്ന സമയത്തായിരിക്കും പുതിയ ഫോൺ ഇറങ്ങാൻ പോവുകയാണ്. 17 Pro പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളില്ലായിരുന്നു അങ്ങനത്തെ ഒരു Pro പ്ലസ്. 48,000 രൂപയ്ക്ക് ഇറങ്ങുന്ന ഫോൺ നിങ്ങൾ നോക്കിയോ, വിത്തിൻ 2-3 വീക്സ് 55,000 രൂപ വന്ന് നിൽക്കും. നത്തിങ് ഫോൺ 4A 32,000 രൂപയ്ക്ക് ആയിരുന്നു ആ ഫോൺ. ഇപ്പോൾ ഒന്ന് നോക്കിയാൽ 40,000 രൂപ എന്തോണം. ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. നത്തിങ് 4A 128GB കിടക്കണം. ഭാഗ്യം. അത് 128GB ഒക്കെ 2026 ആര് വാങ്ങിക്കേ? 35,000 രൂപ 128GB. 30,000 എന്തോ വരുന്നത്. 256GBക്ക് 38,000 രൂപയാണ്. 38,000 രൂപ. 40,000 രൂപയായിരുന്നു അവരെ 4A Pro 47,000 രൂപയായി. 48,000 രൂപ. 47 അല്ല 48,000, 42,000 രൂപയ്ക്ക് ഇറക്കിയ ഫോൺ. നിങ്ങൾ പറ, ആസ് എ വ്യൂവർ, ആസ് എ കൺസ്യൂമർ, നിങ്ങൾ ഈ കാര്യത്തിനെ വിലയിരുത്തുക. എന്താണ് പോക്ക്? എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ തൊഴിൽ ഇതാണ്, ഇത് ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ. പ്രൈസ് ഹൈക്കിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. ആസ് എ കൺസ്യൂമർ, നിങ്ങളെ കാശാണ്. ഈ വില കൂടണ പരിപാടി നടക്കൂല. ഒന്നെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യണം, ലോകത്തിലുള്ള ഗവൺമെൻറ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നടക്കൂലത്. ഇതെന്താ മനുഷ്യർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സാധനമാണ് സെൽഫോൺ എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാവരുടെ കയ്യിലും ഈ സാധനം ഉണ്ട്. ഇപ്പം സാധനം കൊള്ളാം, ഡിമാൻഡിന് അനുസരിച്ചിട്ട് ഇവന്മാരെന്തോന്നു തലയ്ക്കകത്തും ബോധമില്ല. എത്ര ഇവന്മാർ R&D എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അവന്മാരുള്ളവന്മാരൊക്കെ എന്തോ തേങ്ങ നിന്നുകൊണ്ടിരിക്കുകയായിരുന്ന. 8GB റാമാണ് AI-ന് വേണ്ടതെന്ന്, AI-ന് റാമും SSDയും വേണമെന്നുള്ളത് ഇവന്മാർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ സാധനം ഡെവലപ്പ് ചെയ്ത സമയത്ത്. അങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് അവർ പറയണ്ടേ റാം മാനേജ്മെന്റ് ഉണ്ടാക്കണവന്മാരുടെ നിങ്ങൾ ഈ പരിധി വിട്ട് സാധനം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇത് എന്തോന്ന് R&D ആണ് അവിടെ ഇരിക്കണത്? അവന്മാർ എന്തോന്ന് R&D ആണ് അവിടെ ഇരിക്കണത്? എന്താണ് അവന്മാരെ ജോലി? സാമാനം ഉണ്ടാക്കി വിടില്ല. ഇതാണ് R&D. ഇത് എൻ്റെ വായിൽ വേറെ സാധനോട് പറഞ്ഞത്, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഭയങ്കര ഷോക്കാണത്. എനിക്കറിഞ്ഞൂടാ എന്തിന് ഇത് എങ്ങോട്ടാണ് ഈ പോക്കുന്നത്, എനിക്കറിഞ്ഞൂടാ. ആൾക്കാർ പൈസ കൊടുക്കാണ്ടല്ലേ, ഈ മറ്റേ EMI ഉണ്ടല്ലേ നമുക്ക്, ബജാജും ഓരോരുത്തന്മാർ EMI തരണുണ്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അടഞ്ഞ് പോവും. സബ്സ്ക്രിപ്ഷൻ വേറൊരു സ്കാമാണത്. മനുഷ്യരെന്ന് മാസം തോറും 200, 300 ഇങ്ങനെ പോവുകയാണ്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, തേങ്ങാക്കൊല, മാങ്ങാക്കൊലി, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം നോക്കുമ്പോൾ അടുത്തവന്മാർ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് സബ്സ്ക്രിപ്ഷൻ. താൽക്കാലികമായിട്ട് അവരത് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാനും നിങ്ങളുടെ സ്റ്റോറി ആര് കാണുന്നു എന്ന് അറിയാനും ആ ആളെ സെർച്ച് ചെയ്യാനൊക്കെയാണ് ഇപ്പോൾ താൽക്കാലികമായി തന്നേക്കണം. അത് അവന്മാർ മാറ്റും. മനസ്സിലായ? ചെയ്തോളി, ആരും മിണ്ടണ്ട, ചെയ്തോ. കണ്ടിന്യൂ ഡൂയിങ് വാട്ട് എവർ യു വോണ്ട്. അത് ചെയ്യിപ്പിക്കാനും കുറേ എണ്ണത്തിനെ വെച്ചിട്ടുണ്ട്. ചെയ്തോ, പൈസ പൊയ്ക്കോട്ട്. പണ്ട് ഇതൊക്കെ ഫ്രീ ആയിരുന്നു, ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം എല്ലാത്തിനും മാസം തോറും കൊടുക്കണം. ഇനി ആഴ്ചകളിലോട്ട് വരും. ഓരോ 2 ആഴ്ച കഴിയുമ്പോൾ പൈസ കൊടുക്കണമെന്ന് പറയും. എടുത്തു വെച്ചേക്കാണ് അഡോബ് പ്രീമിയറിന്റെ സബ്സ്ക്രിപ്ഷൻ. ഓരോ മാസം 1500 രൂപയാണ് പോണത്. പണ്ടൊക്കെ അത് ഒരൊറ്റ പ്രാവശ്യം വാങ്ങിച്ചാൽ മതിയെന്ന് അറ്റ്ലീസ്റ്റ്. പിന്നെ ആപ്പിളും തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ആപ്പിൾ FCP മേടിക്കാൻ 35,000 എന്തോ ആയിരുന്നു. അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഒറ്റ പർച്ചേസിന് പിന്നെ കാശ് കൊടുക്കണ്ട. ഇപ്പം അതിനൊരു സുഖത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ സബ്സ്ക്രിപ്ഷൻ ബേസ് ആക്കിയിട്ടുണ്ട്. ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ, സ്പോട്ടിഫൈ സബ്സ്ക്രിപ്ഷൻ, യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ. എടുക്കാത്തവർക്ക് 100,000 ആഡ്. സ്പോട്ടിഫൈ ഒക്കെ വെറുപ്പ് വരും ആഡ് കാരണം. അപ്പോൾ നിങ്ങൾ പറയും വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് ബ്രോ, അത് ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. ആ ഓൾട്ടർനേറ്റീവും തുടങ്ങുമായിരിക്കും ഇത് കഴിയുമ്പം. ഒരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരെ കിട്ടുമ്പം ഇത് എന്നെ എല്ലാവരും ചെയ്യണം. എല്ലാവരും ഇവരൊക്കെ ഫ്രീ ആയിട്ട് തുടങ്ങിയ സാധനം തന്നെ. ആമസോണിൻ്റെ ഒരു കോമഡി ഉണ്ട്. പ്രൈം വീഡിയോയിൽ ഇപ്പം ആഡ്സ് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്ന സാധനത്തിലും ഇനി ആഡ്സ് വരാതിരിക്കാൻ നമ്മളിന് എക്സ്ട്രാ കാശ് കൊടുക്കണമെന്ന്. ചെരുപ്പൂരി അടിക്കണ്ടേ അവന്മാരെയൊക്കെ? എന്നെ കാര്യമായിട്ടും ചോദിക്കണേ, ചെരുപ്പൂരി അടിക്കണ്ടേ? ഇങ്ങനെ തിന്നിട്ട് അവന്മാർ എവിടെ പോയി നിൽക്കും? ഞാൻ ഒരുത്ത മലയാളി വന്നിരുന്ന് മലയാളത്തിൽ എന്തൊക്കെയോ പറയണ്ട. ഹിന്ദിക്കാരന്മാർ ഇംഗ്ലീഷുകാരന്മാരൊക്കെ വായിൻ്റെ അകത്ത് പഴവും ഒഴുങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോടെ. എനിക്ക് നല്ല ഫോൺ, ഇത് ഫോൺ എങ്ങനെയുണ്ട്? കൊള്ളാം. അയൺമാൻ്റെ പരിപാടിയൊക്കെ കൊള്ളാം, ലൈറ്റ് കത്തുന്ന പരിപാടി കൊള്ളാം, ബാറ്ററി കൊള്ളാം, മറ്റേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെയാണ് കേട്ടോ. ഫോൺ അടിപൊളി. ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല സാധനമാണ്. ഞാൻ ചെയ്യാൻ പറഞ്ഞ സാധനങ്ങൾ ചെയ്യണം. മറ്റേ ബ്ലോട്ട് വെയറൊക്കെ ഡിലീറ്റ് ചെയ്യണം, അകത്തിരിക്കണം. മറ്റേ ആഡ്സ് റൺ ചെയ്യണ സാധനമുണ്ട്. DNS പോയിട്ട് അതങ്ങ് ഓഫ് ചെയ്യണം. ആഡ് ഗാർഡ് DNS.AdGuard അടിക്കുക, അത് സെറ്റാവും. നല്ല ഫോൺ. ഇതും നല്ല ഫോണാണ്. നോഡ് 6 നല്ല ഫോണാണ്. നോഡ് 5 നല്ല ഫോണാണ്. നത്തിങ് 4 നല്ല ഫോണാണ്. എല്ലാം നല്ല ഫോണുകളാണ് അത്യാവശ്യം. ഇതൊക്കെ നല്ല ഫോൺ. പക്ഷെ ഇതിൻ്റെയൊക്കെ വില ഇന്നിതാണെങ്കിൽ നാളെ അതല്ല. ഇത്ര തന്നെ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വളരെ കിടിലവസ്ഥ. പൊളി, ഒന്നും പറയാനില്ല.